കോൺട്രാക്ട് മാരേജ് ഭാഗം 61 റൈറ്റൻ ബൈ റോസ്. ഭദ്രയുടെ കൈയും പിടിച്ച് വീട്ടിലേക്ക് കയറി വരുന്ന രണ്ടുപേരെയും നോക്കിയിരിക്കുന്ന ആളെ കണ്ടതും രണ്ടാളും അകത്തേക്ക് കയറാതെ അവിടെ തന്നെ നിന്നു. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ശിവന് പെട്ടെന്ന് തന്നെ മനസ്സിലായി അച്ഛൻ എന്താ പറയുന്നതെന്ന്. അന്നത്തെ സംഭവങ്ങൾ കഴിഞ്ഞിട്ടിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ദീപുവിന് കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടിട്ടിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞു. അവൻ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞതിൽ പിന്നെ അവിടെ കാര്യങ്ങൾ എന്താണെന്നറിയില്ല. ഇവിടെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അവിടുന്ന് ആരുമൊട്ട് ഇവിടേക്ക് വിളിച്ചതുമില്ല. മനഃപൂർവ്വം അറിയാൻ ശ്രമിക്കാഞ്ഞത് ആണെന്ന് പറയുന്നതാവും ശരി. തൻ്റെ ജീവിതത്തിൽ അവരുടെ കടന്നുവരവ് ഇനി ഒരിക്കലും ഉണ്ടാവരുത്. സമാധാനം മാത്രമാണ് ആഗ്രഹിക്കുന്നത്, അതും അവളോടൊപ്പം ജീവിക്കണമെന്ന ആഗ്രഹവും. അച്ഛനെന്താ അറിഞ്ഞേ? ശിവൻ ഒന്നും അറിയാത്തതുപോലെ അയാളോട് ചോദിച്ചു. എല്ലാം. നിനക്ക് എന്നോട് ഇതൊക്കെ പറയായിരുന്നില്ലേ ശിവ? വേറെ ആരെങ്കിലും പറഞ്ഞു വേണോ ഞാൻ ഇതൊക്കെ അറിയാൻ? അവനൊന്നും മിണ്ടിയില്ല. ഭദ്ര പിന്നെ ഈ നിമിഷം വരെ അയാളോട് തുറന്ന് സംസാരിക്കാൻ പോയിട്ടില്ല. എന്നാൽ നല്ല അടുപ്പവും സ്നേഹവുമായി അയാളോട്. മോൾക്കെങ്കിലും അച്ഛനോട് പറയായിരുന്നില്ലേ? പറഞ്ഞിട്ടെന്തിനാ? അച്ഛൻ അവരുടെ ഭാഗത്തല്ലേ? ശിവനാണ് അതിന് മറുപടി പറഞ്ഞത്. ഞാനിപ്പോൾ അങ്ങനെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ശിവ? അവനൊന്നും മിണ്ടിയില്ല. അച്ഛൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അവന് ഇത്ര ദിവസം കൊണ്ട് തന്നെ മനസ്സിലായിരുന്നു. എങ്കിലും കഴിഞ്ഞ കാര്യങ്ങൾ അത്ര വേഗം മറക്കാനും കഴിയില്ലല്ലോ. ഒരാളെ കൊല്ലാൻ കൂട്ടുനിൽക്കാൻ മാത്രം മനസ്സൊന്നും എനിക്കില്ല. നീ ഇവളെയും കൂട്ടി വന്നപ്പോൾ എനിക്ക് ദേഷ്യമുണ്ടായിരുന്നുള്ള സത്യമാണ്. അതിൻ്റെ പേരിൽ എന്തൊക്കെയോ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഇവളോട്. പക്ഷേ എന്ന് കരുതി ഇവളെ ദ്രോഹിച്ച് ഇവളെ കൊല്ലാൻ മാത്രം മനസ്സൊന്നും എനിക്കില്ല ശിവ. അവളോട് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് എന്തെങ്കിലും ചെയ്യാമതൊക്കെ. പക്ഷേ ഞാനിവിടെ ഒന്നിനും പോകാതെ തന്നെ ഇരിക്കുമായിരുന്നു. അവൾ എന്തേലും ചെയ്യും മുന്നേ എന്നോടെങ്കിലും പറയുമെന്ന് ഞാൻ കരുതിയിരുന്നു. ഒന്നല്ല 2 തവണയല്ലേ ഭദ്രയെ. അയാൾക്കത് പറയുമ്പോൾ കുറ്റബോധവും വിഷമവും തോന്നി. എല്ലാത്തിനും താൻ കൂടി കാരണക്കാരനാണെന്നോ എന്നൊരു ചിന്ത. അതുമാത്രമല്ല തൻ്റെ മക്കൾ ഇനിയും തന്നെ സംശയിക്കുമോ എന്നൊരു പേടി. തൻ്റെ മനസ്സിലും അന്നൊക്കെ ചെകുത്താനായിരുന്നില്ലേ. അതൊക്കെ കഴിഞ്ഞില്ലേ അച്ഛ, നമുക്കത് മറക്കാം. ഭദ്ര തന്നെ അച്ഛ എന്നൊക്കെ വിളിച്ച് സംസാരിച്ച് തുടങ്ങുന്നത് കണ്ട് അയാൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. എത്ര നാളായി ഇങ്ങനെയൊന്ന് മിണ്ടാൻ ആഗ്രഹിക്കുന്നു. മോള് തന്നോടൊന്ന് മിണ്ടിയല്ലോ. അയാൾ മനസ്സ് നിറഞ്ഞൊന്ന് സന്തോഷിച്ചു. അവളെ ശല്യം ചെയ്യണമെന്ന് കരുതിയാണ് അവളോടൊന്നും ചോദിക്കാനോ പറയാനോ ഇതുവരെ പോകാഞ്ഞത്. അറിഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് വാക്കുകൾ കൊണ്ട് തന്നെ. ഇന്നതൊക്കെ വലിയ കുറ്റബോധമായി മാറിയിരിക്കുകയാണ്. അച്ഛാ, അവർക്കുള്ളത് ശിവേട്ടൻ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അങ്ങനെ കരുതി സമാധാനിച്ച് മുന്നോട്ട് പോകാനാണ് എനിക്കിപ്പോൾ ഇഷ്ടം. ഞാൻ അനുഭവിച്ച വേദന അതൊരിക്കലും ഒന്നിനും പകരമാകില്ല. എല്ലാം വിധിയെന്ന് കരുതി സമാധാനിക്കാനും കഴിയില്ല. ആരൊക്കെയോ എഴുതി തയ്യാറാക്കിയ തിരക്കഥയിൽ അവർ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച വേഷം എനിക്കിട്ട് അഭിനയിക്കേണ്ടി വന്നു. അങ്ങനെ കരുതി സമാധാനിക്കുകയാണ് ഞാൻ. അയാളൊന്നും മിണ്ടിയില്ല. ഇനി ഇക്കാര്യത്തിൽ ഒരു സംസാരം വേണ്ട. ശിവൻ അത്രയും പറഞ്ഞിട്ട് അകത്തേക്ക് കയറിയിരുന്നു. ഭദ്ര അയാളെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് അവന് പിന്നാലെ പോയി. ഭദ്രയുടെ സംസാരത്തിൽ നിന്ന് ഒരു കാര്യം അയാൾക്ക് മനസ്സിലായിരുന്നു. അവളുടെ മുന്നിൽ പോയി നിൽക്കാനുള്ള യോഗ്യത പോലും തനിക്കില്ലെന്ന്. എത്ര നന്നായാണ് അവൾ കാര്യങ്ങൾ എടുത്തിരിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ വളരെ പക്വതയോടെ സംസാരിക്കുന്നു. തനിക്ക് പോലും ഇങ്ങനെയൊന്നും പെരുമാറാൻ അറിയില്ല. അവൾ പോകുന്നത് നോക്കി മനസ്സിൽ പറഞ്ഞയാൾ. ദീപു ഹോസ്പിറ്റലിലാണെന്ന് നടന്നതും എന്താണെന്ന് അവൾ വിളിച്ചു പറയുമ്പോൾ ശരിക്കും വല്ലാത്ത ദേഷ്യവും കുറ്റബോധവുമാണ് തോന്നിയത്. ഇതൊക്കെ താനും കൂടി കാരണമാണ്. അതുകൊണ്ട് തന്നെ ഒന്നും പറയാനും വയ്യാത്ത അവസ്ഥ. ഇനി ഒരിക്കലും അവളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ വഴിയില്ല. അവൾ അത്രയ്ക്ക് പേടിച്ചു പോയിട്ടുണ്ട്. സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ ഏതൊരച്ഛനും അമ്മയും അങ്ങനെയാണല്ലോ. ശിവൻ അത്രയ്ക്ക് പേടിപ്പിച്ചിട്ടുണ്ട് എല്ലാത്തിനെയും. അവർക്കത് ആവശ്യമാണ്. ഒരാളുടെ ജീവൻ എടുക്കാനുള്ള ധൈര്യം എപ്പോഴാണ് തൻ്റെ പെങ്ങൾക്കുണ്ടായത്? നാവുകൊണ്ട് ഓരോന്ന് പറയും പോലെയാണോ അതുപോലെ ചെയ്യുന്നത്? അവൾ ഇങ്ങനെയൊക്കെ എന്നു മുതലാണ് പ്രവർത്തിക്കാൻ തുടങ്ങിയത്? ആരാണ് ഇത്രമാത്രം ധൈര്യം അവൾക്ക് കൊടുക്കുന്നത്? അയാൾക്ക് അതിശയം തോന്നി. താൻ കണ്ടു വളർന്ന പെങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അവൾക്ക് എന്തെങ്കിലും പറ്റിയെന്നാൽ ശിവൻ പിന്നെ വെറുതെ ഇരിക്കുമോ? വെറുതെ ഇരിക്കുന്നത് മാത്രമാണോ ഈ ജന്മം? അതിൻ്റെ കുറ്റബോധം മാറുമോ? ഇല്ല, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകാതെ ദൈവം തന്നെ കാത്തു. ഓ, അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചേനെ? അയാൾക്ക് തന്നെ ആലോചിച്ചിട്ട് പേടി തോന്നി. അതേസമയം ഹോസ്പിറ്റലിൽ കിടന്ന ഭദ്രയുടെ രൂപം മനസ്സിലേക്ക് വന്നു. ദീപു മോനെ, അമ്മ പിടിക്കാം. നീ ഒന്ന് പതുക്കെ എഴുന്നേറ്റിരിക്കും. ദീപു കിടന്ന കിടപ്പിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഈ തവണ ശരിക്കും കിട്ടിയിട്ടുണ്ട് അവന്. കാണുമ്പോൾ തന്നെ ആർക്കും സങ്കടം തോന്നും. അതുപോലെയാണ് കോലം. പക്ഷേ സങ്കടം തോന്നേണ്ട കാര്യമില്ല. കയ്യിലിരിപ്പ് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവനെ കാണും തോറും സഹിക്കാൻ പറ്റില്ല. അതുപോലെയാണ് അവൻ്റെ കിടപ്പ്.
എവിടെയും ഇത് കണ്ട് നിന്ന് കരയുന്നത് കണ്ടാൽ ധന്യ അപ്പോൾ തുടങ്ങും ഓരോന്ന് പറയാൻ. അവളെ കുറ്റം പറയാനും പറ്റില്ല. അവൾ എത്ര തവണ പറഞ്ഞു ഒന്നിനും പോകണ്ടെന്ന്. അവൾക്ക് ആദ്യമേ അറിയായിരുന്നു ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുകയുള്ളെന്ന്. ഭദ്രയെ നാടുകടത്തി വിടുന്നത് പോലെയല്ല മറ്റെന്തെങ്കിലും ചെയ്യുന്നെന്ന് അന്നതും ഒന്നും കേൾക്കാതെ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഇനി പറഞ്ഞിട്ടെന്താ? ദീപുവിന് സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. എല്ലാം ഒന്ന് ശരിയാകാൻ മാസങ്ങളെടുക്കും. കഴിഞ്ഞ തവണയും ഇങ്ങനെ തന്നെയായിരുന്നു. അവൻ എന്നോടുള്ള ദേഷ്യം കൂടിയാണ് എൻ്റെ മോനോട് തീർത്തത്. ഇനിയും പറയാതെ എങ്ങനെയാണെന്ന് കരുതിയ ഏട്ടനെ വിളിച്ച് പറഞ്ഞത്. അവരായി പറയില്ലെന്ന് തോന്നി. ഏട്ടൻ അറിഞ്ഞതേ ദേഷ്യം പിടിച്ച് ഫോൺ വെച്ചതാണ്. പിന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. സ്വന്തം പെങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്രയും വലുതൊന്നും ഏട്ടൻ പ്രതീക്ഷിച്ച് കാണില്ല. താൻ ചെയ്യുമെന്ന് പറഞ്ഞാലും ഏട്ടനോട് പറയാതെ ചെയ്യുമെന്ന് കരുതി കാണില്ല. അവിടുത്തെ കാര്യങ്ങളൊന്നും പഴയതുപോലെയല്ലല്ലോ. ഭദ്രയെ അവർക്കെല്ലാം ഇന്ന് ഒരുപാട് ഇഷ്ടമാണ്. താൻ അവളെ കൊല്ലാൻ വേണ്ടി ചെയ്ത കാര്യം ഇന്ന് അവൾക്ക് നല്ലതായി തീർന്നിരിക്കുന്നു. അകത്തു നിന്ന് പലരും പുറത്തു നിന്ന് പലരും അകത്തുമാണിപ്പോൾ. എന്തൊക്കെയോ നേടാൻ വേണ്ടി ചെയ്തത് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി വെച്ചു. തനിക്കും തൻ്റെ മക്കൾക്കുമാണ് നഷ്ടമെന്ന് മാത്രം. ഇനിയൊന്നും തിരുത്താനോ പഴയതുപോലെ ആക്കാനോ കഴിയില്ല. ഏട്ടൻ കൂടി തൻ്റെ ഭാഗത്തുനിന്ന് പൂർണ്ണമായി മാറിയെന്നറിഞ്ഞതോടെ അവർ ആകെ തകർന്നു പോയിരുന്നു. എന്തൊക്കെ പറഞ്ഞായിരുന്നു അയാളായിരുന്നു അവരുടെ ബലം. എല്ലാം കൊണ്ടും ചെയ്തു പോയ തെറ്റുള്ള ശിക്ഷ പോലെ ഓരോന്ന് അനുഭവിച്ചു തുടങ്ങിയെന്ന് തന്നെ പറയാം. എല്ലാവരും കൂടി രാത്രിയിൽ ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കാനിരിക്കുവാണ്. അച്ചമ്മ മാത്രം നേരത്തെ കഴിച്ചു കിടക്കും. ഒരുപാട് മരുന്നുകളുമായി ഇടപെട്ടാണ് അവർ ഒരു ദിവസം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ കഴിച്ചിട്ട് കിടക്കും. ഒരുപാട് നേരം ഉറക്കമിളയ്ക്കാനോ ഇരിക്കാനോ ഒന്നും അവർക്ക് കഴിയില്ല. ബാക്കി എല്ലാവരും തന്നെയുണ്ട് കഴിക്കാൻ. കല്യാണി ഇപ്പോൾ പഴയ പോലെ അവളോട് വഴക്കിന് നിൽക്കാറില്ല. എങ്കിലും രണ്ടാരും തമ്മിൽ കണ്ടാൽ അപ്പോൾ എന്തേലും പറഞ്ഞ് പോര് തുടങ്ങും. അതൊരു ശീലം പോലെയാണ് രണ്ടു പേർക്കും. കുറച്ച് ദിവസമായി അച്ഛൻ നിങ്ങളോടൊരു കാര്യം പറയണമെന്ന് കരുതുന്നു. എന്താ അച്ഛാ? കഴിക്കുന്നതിനിടയിൽ അയാൾ പറയുന്നത് കേട്ട് എല്ലാവരുടെയും നോട്ടം അയാൾക്ക് നേരെയായി. എന്തോ ഗൗരവമുള്ള കാര്യമാണെന്ന് ശിവന് മനസ്സിലായി. ഓരോരോ കാര്യങ്ങൾ കൊണ്ട് പറയാൻ വിട്ടുപോയതാണ്. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒന്ന് ഓക്കെ ആവട്ടെന്ന് കരുതി. എന്താ ഏട്ടാ, എന്താ കാര്യം? പറഞ്ഞു വരുന്നത് കണ്ടിട്ട് എന്തോ സീരിയസ് ആയ കാര്യമാണെന്ന് തോന്നുന്നല്ലോ. ഇവരെ ഇങ്ങനെ വിട്ടാൽ മതിയോ? ഒരു കല്യാണം നടത്തണ്ടേ? അച്ഛൻ ചിരിയോടെ പറയുന്നത് കേട്ട് ശിവൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ട്. ആഗ്രഹിച്ചതെന്തോ നടക്കാൻ പോകുന്ന സൂചന തനിക്ക് കിട്ടിയിരിക്കുന്നു. അവൻ്റെ കണ്ണുകൾ അടുത്തിരിക്കുന്ന ഭദ്രയെ തേടി ചെന്നു. അവളുടെ മുഖത്ത് ഒരു ഞെട്ടലുണ്ട്. അച്ഛൻ ഇങ്ങോട്ട് ഇത് പറഞ്ഞതിൻ്റെ ആയിരിക്കും. അവളെ കണ്ണടച്ച് കാണിച്ചിട്ട് അച്ഛനിലേക്ക് തിരികെ വന്നു ശിവൻ. അതൊരു നല്ല കാര്യമാണല്ലോ. ഞാനും കുറച്ച് ദിവസം മുന്നേ അതേപ്പറ്റി ചിന്തിച്ചിട്ടു. പിന്നെ ഇവരുടെ കാര്യമല്ലേ, അവരും കൂടി ആലോചിക്കാതെ ഇതുവരെ ആരും ഒന്നും പറയുന്നതും കേട്ടില്ല. അതാ ഞാൻ പിന്നെ. ഭദ്രയെയും ശിവനെയും നോക്കിയാണ് ചന്ദ്രിക പറഞ്ഞത്. രണ്ടാളുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ടെന്ന്. ആരെയും അറിയിക്കാതെയല്ലേ ഇവർ രണ്ടാളും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത്. നമ്മുടെ കുടുംബത്തിലൊന്നും ആർക്കും തന്നെ ഇപ്പോഴും അറിയില്ല ഭദ്രയും ശിവനും ഒരുമിച്ചാണെന്നുള്ള കാര്യം. ഒരു തുടക്കം കിട്ടാതെ എങ്ങനെ പറയുമെന്ന് കരുതി ഇരിക്കുമായിരുന്നു ഞാനും. ഇനിയിപ്പോൾ കല്യാണം വെക്കുവാണെങ്കിൽ എല്ലാവരും അറിഞ്ഞോളും. ചന്ദ്രിക തൻ്റെ മനസ്സിലുള്ളത് അവരുടെ ഇടയിൽ പറഞ്ഞതും എല്ലാവരും ഒരു നിമിഷം അതിരുന്ന് കേട്ടു. അല്ല, ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ രണ്ടുപേരും എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടോ രണ്ടുപേർക്കും? അങ്ങനെ ഒന്നും ഉണ്ടാവില്ലെന്ന മനസ്സുകൊണ്ട് ചന്ദ്രികയും അവൻ്റെ അച്ഛനുമൊക്കെ ആഗ്രഹിച്ചു. ആകെയുള്ള മകൻ്റെ കല്യാണം നല്ല രീതിക്ക് നടത്തിക്കാണാൻ അവർക്ക് രണ്ടുപേർക്കും നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ഇഷ്ടമില്ലാതെ ഒരു പെണ്ണിനെ കൂട്ടി വന്നപ്പോഴും ആ ആഗ്രഹം അവരുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സമ്മതക്കുറവൊന്നുമില്ല. നിങ്ങളെല്ലാവരും തീരുമാനിക്കും പോലെ. ശിവൻ പറഞ്ഞത് കേട്ടതും രണ്ടാളുടെയും അല്ല മൂന്നാളുടെയും മുഖമൊന്ന് തെളിഞ്ഞു. ഭദ്രയ്ക്കും അതൊരുപാട് സന്തോഷമുള്ള കാര്യമായിരുന്നു. ശിവനപ്പോൾ ജീവിച്ചു തുടങ്ങിയപ്പോഴും അവൾ ആഗ്രഹിച്ചത് ആ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നല്ലോ. ശിവൻ്റെ മുഖത്ത് ഗൂഢമായൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. താൻ ആഗ്രഹിച്ചതുപോലെ, താൻ കണക്ക് കൂട്ടിയതുപോലെ കാര്യങ്ങളെല്ലാം എത്തിയതിൽ ഇതുതന്നെയായിരുന്നു തൻ്റെ മനസ്സിലെ കണക്കുകൂട്ടലും. കല്യാണം ഏതെങ്കിലും ശിവൻ്റെ അമ്പലത്തിൽ വെച്ച് ചെറിയ രീതിക്ക് ഒരു താലികെട്ട്, റിസപ്ഷൻ നമുക്ക് ഗ്രാൻഡായി നടത്താം. എന്തേ? അത് മതി. വലിയ തിരക്കൊക്കെയല്ലേ നിനക്ക്. അതുകൊണ്ട് ഡ്രസ്സ് എടുക്കാൻ മാത്രം വന്നാൽ മതി നീ. ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അല്ലേ മോളെ? ഭദ്രയോടായി ചോദിച്ചതും അവൾ പെട്ടെന്ന് ശിവനെ നോക്കി. പിന്നെ അയാൾക്ക് മറുപടി പോലെ തലയാട്ടി. ഒരു രീതിയിലും ഇനിയൊരകലം ഉണ്ടാവാതിരിക്കാൻ അവൾ കൂടുതൽ അവനോട് പോലും ചോദിക്കാൻ നിൽക്കാതെ മറുപടി പറഞ്ഞു. ദേ കണ്ടോ മോള്, സമ്മതം പറഞ്ഞു. ഇനി നിനക്കൊന്നും പറയാനില്ലല്ലോ? ഇല്ലേ? അവൻ രണ്ട് കൈയും മലർത്തി കാണിച്ച് ചിരിയോടെ പറഞ്ഞതും എല്ലാവരിലേക്കും അത് പകർന്നു. ശിവനെ ഇത്രയും സന്തോഷത്തിൽ ആദ്യമായി കാണുന്നത് പോലെ എല്ലാവരും അവനെ തന്നെ നോക്കി.
ശിവൻ എഴുന്നേറ്റ് പോകുമ്പോൾ അവനൊപ്പം പോകാനിരുന്ന ഭദ്രയെ പിടിച്ചിരുത്തി അച്ഛനും അമ്മയും കൂടി കല്യാണത്തിനുള്ള ചർച്ചകൾ തുടങ്ങിയിരുന്നു. ഭദ്രയ്ക്ക് ആദ്യം അവരോടൊപ്പം കൂടാൻ ചെറിയൊരു മടി തോന്നിയിരുന്നെങ്കിലും സമയം പോകുന്തോറും അവർക്കൊപ്പമുള്ള കൂട്ട് അവളും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു.